إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും അതിസൂക്ഷ്മമായി നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ്, അബൂ മുസൽ അശ്അരിയാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനയിലെ ഏറെ പ്രസിദ്ധമായ ഒരു തോട്ടത്തിൽ, ബീർ അരീസ് എന്നു പേരുള്ള ഒരു കിണർ സ്ഥിതി ചെയ്യുന്ന ഒരു തോട്ടം,
ആ തോട്ടം ചുറ്റുമതിലുകളാൽ അവിടെ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു തോട്ടമാണ്. ആ തോട്ടത്തിൽ പ്രവാചകൻ ആ ബീർ വരീസിലേക്ക് കാലുകൾ താഴ്ത്തിയിട്ട് പ്രവാചകൻ ഇരിക്കുകയാണ്. അതിന് കാവൽക്കാരനായി അബൂ മൂസൽ അശ്ശരിയെയാണ് പ്രവാചകൻ നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രവാചകൻ ഇരിക്കുന്ന വേളയിൽ ആ വാതിൽ കടന്ന് വേണം തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ. ഒരാൾ മുട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മൂസൽ അശ്ശരിയോട് പറഞ്ഞു, ഇഫ്തഹ് ലഹുൽ ബാബ്, ആ വന്ന ആൾക്ക് വാതിൽ തുറന്നു കൊടുക്കുക, വബശ്ശിർഹു ബിൽ ജന്ന, അയാൾക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്തയും അറിയിക്കണം. അങ്ങനെ ആരാണെന്ന് അറിയാനുള്ള തിടുക്കത്തിൽ അബൂ മൂസൽ അശ്ശരി വളരെ ധൃതിപ്പെട്ട് ചെന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് കണ്ടത്. അദ്ദേഹത്തെ കണ്ട് സലാം പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ താങ്കൾക്ക് സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രവാചകന്റെ ആ കിണറിൽ കാല് താഴ്ത്തിയിട്ടിരിക്കുന്ന പ്രവാചകന്റെ വലതുഭാഗത്ത് വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം വീണ്ടും ആ വാതിലിൽ മുട്ടുന്ന ശബ്ദം പ്രവാചകൻ കേൾക്കുകയാണ്. അങ്ങനെ അബൂ മൂസൽ അശ്ശരിയോട് നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും പറഞ്ഞു, അബൂ മൂസൽ അശ്ശരി, നിങ്ങൾ വന്നത് ആരാണെന്ന് നോക്കുക, എന്നിട്ട് ഇഫ്തഹു ലഹുൽ ബാബ് വബശ്ശിർഹു ബിൽ ജന്ന, ആ വന്ന ആൾക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കണം. അബൂ മൂസൽ അശ്ശരി തിടുക്കത്തിൽ ചെന്നു. വാതിൽ തുറന്നപ്പോൾ മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് കണ്ടത്. അദ്ദേഹത്തോടും ഇതേപോലെ സലാം പറഞ്ഞ് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പ്രവാചകന്റെ ഇടതുഭാഗത്തായിട്ട് അദ്ദേഹം ഇരുന്നു. അങ്ങനെ ബീറു അരീസിന്റെ ആ കിണറിൽ ആ നടുവിൽ പ്രവാചകൻ ഇരിക്കുന്നു. അതിന്റെ വലതുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരല്പസമയത്തിന് ശേഷം വീണ്ടും ആ വാതിലിന് മുട്ടുന്ന ശബ്ദം വീണ്ടും പ്രവാചകൻ കേൾക്കുകയാണ്. പ്രവാചകൻ അബൂ മൂസൽ അശ്ശരിയോട് പറഞ്ഞു, ഇഫ്തഹു ലഹുൽ ബാബ്, അദ്ദേഹത്തിന് വന്ന ആൾക്ക് വാതിൽ തുറന്നു കൊടുക്കുക, വഅബ്ശിർഹു ബിൽ ജന്ന, അയാൾക്ക് സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കണം. പക്ഷെ ഒരു കാര്യം കൂടി പ്രവാചകൻ ചേർത്ത് പറഞ്ഞു, അലാ ബൽ അൻ തുസീബുഹു, അദ്ദേഹത്തിന് വലിയൊരു പരീക്ഷണത്തിന് അപ്പുറത്തായിരിക്കും അദ്ദേഹത്തെ കാത്തിരിക്കുന്ന സ്വർഗം. അദ്ദേഹത്തിന് സ്വർഗമുണ്ട്, സന്തോഷ വാർത്ത അറിയിക്കുക. അബൂ മൂസൽ അശ്ശരി ചെന്നു. തുറന്നു നോക്കുമ്പോൾ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയാണ് കണ്ടത്. സലാം പറഞ്ഞു മടക്കി. എന്നിട്ട് അബൂ മൂസൽ അശ്ശരി പറഞ്ഞു, താങ്കൾക്ക് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ താങ്കളെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പരീക്ഷണം നിങ്ങളെ വേട്ടയാടിയതിനു ശേഷമായിരിക്കും ആ സ്വർഗ കവാടങ്ങൾ നിങ്ങൾക്ക് തുറക്കപ്പെടുന്നത്, ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കപ്പെടുക. അപ്പോൾ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പ്രതികരിച്ചത്, അല്ലാഹുൽ മുസ്തആൻ, എല്ലാ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും സഹായം തേടാനുള്ളത് അള്ളാഹുവിനോടാണ്. വ അലൈഹി തക്ലാൻ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇവിടെ ഈ പ്രസിദ്ധമായ മദീനയിലെ ഈ തോട്ടത്തിൽ നടന്ന ഈ സംഭവം, ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നീട് കാലങ്ങളേറെ കഴിഞ്ഞ് അബൂ മൂസൽ അശ്ശരി ഈ ഒരു രംഗത്തെ യഥാർത്ഥത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ വന്ന് കിണറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പ്രവാചകന്റെ ഇടതും വലതും സഹാബിമാരിരുന്നു. പ്രവാചകന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കിണറിന്റെ മറ്റൊരു ഭാഗത്താണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇരിക്കുന്നത്. അവസാനം അവരുടെ ഖബറുകൾ അബൂ മൂസൽ അശ്ശരി ഓർക്കുന്നത് ഇതേപോലെയായിരുന്നു. അവരുടെ ഖബറുകൾ ഉണ്ടായിരുന്നു. പ്രവാചകന്റെ തൊട്ടടുത്ത് അബൂബക്കർ സിദ്ദീഖിന്റെയും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുമായ ഇവരുടെ ഖബറുകളും അതേപോലെ തന്നെ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഖബറ് അതിൽ നിന്ന് ദൂരത്തായി ബഖീഉൽ ഗർഖദിലാണ് മറമാടപ്പെട്ടിരിക്കുന്നത് എന്ന് ചരിത്രം നമുക്ക് കാണാം. അപ്പോൾ മഹാനായ അബൂ മൂസൽ അശ്ശരി ഇതിനെ ഓർക്കുകയാണ്. ഈ സംഭവത്തിൽ നിന്ന് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാനുമായി ബന്ധപ്പെട്ട് വളരെ ചരിത്രത്തിൽ ഏറെ മഹനീയമായ ഒരു ചരിത്രമാണ് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ജീവിതത്തിലൂടെ നമ്മൾ വായിക്കുന്നത്. ഏതൊരു ചരിത്രവും കേൾക്കുമ്പോൾ അതിൽ വലിയ പാഠങ്ങൾ, മെസ്സേജുകൾ അത് കേൾക്കുന്ന ആളുകൾക്ക് പകർത്താൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ നമുക്കതിലുണ്ട്. ഒന്ന്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശ്റത്തുൽ മുബശ്ശിരീൻ ഒരു വ്യക്തിയാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച 5 പേരിൽ ഒരു വ്യക്തിയാണ്, ഒരാളാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ദുന്നൂറൈൻ എന്ന പ്രത്യേകമായ നാമം അദ്ദേഹത്തിന് നൽകപ്പെട്ടത് പ്രവാചകന്റെ 2 മക്കളെ അദ്ദേഹം വിവാഹം കഴിച്ചു. റുഖിയ റളിയല്ലാഹു അൻഹയെ അവരുടെ മരണത്തിന് ശേഷം ഉമ്മു കുൽസൂമിനെയും മറ്റൊരു മകളായ ഉമ്മു കുൽസൂമിനെയും വിവാഹം കഴിച്ചത് കാരണത്താലാണ് അദ്ദേഹത്തിന് ദുന്നൂറൈൻ, 2 പ്രകാശത്തിന്റെ ഉടമ എന്ന പ്രത്യേകമായ പേര് ചരിത്രത്തിൽ അദ്ദേഹത്തിന് വന്നത്. മാത്രമല്ല 2 ഹിജ്റകൾ ഇസ്ലാമിനു വേണ്ടി, ഇസ്ലാമിൽ അദ്ദേഹം ദീനിനു വേണ്ടി ത്യാഗം സഹിച്ച് 2 ഹിജ്റകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ഹബിഷീനിയയിലേക്കും രണ്ടാമത്തത് മദീനയിലേക്കുമായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ വലിയ വേദനകളും ത്യാഗങ്ങളും സഹിക്കേണ്ടി വന്ന ഒരു സഹാബിയാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. റുഖിയ റളിയല്ലാഹു അൻഹയുമായുള്ള ഹിജ്റ,
ഏറെ ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ഹിജ്റയായിരുന്നു. മക്കയിൽ നിന്ന് ഹബിഷീനിയയിലേക്ക് പോയ ഹിജ്റ. ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ കുടുംബത്തോടെയുള്ള ഹിജ്റയ്ക്കു ശേഷം ഉള്ള ഒരു ഹിജ്റയാണ് കുടുംബസമേതമുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഹിജ്റ എന്നാണ്. ഇദ്ദേഹത്തിന്റെ സ്വഭാവം, ഓരോ കാര്യങ്ങളും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഓരോ സ്വഭാവങ്ങളും എടുത്തു പരിശോധിക്കുമ്പോൾ വലിയ മാതൃകകൾ, വലിയ പകർത്താൻ ആവശ്യമായ കുറെ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാം. ഒന്ന്, അദ്ദേഹത്തിന്റെ സ്വഭാവ മഹിമ തന്നെയായിരുന്നു. ആളുകളിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത, അദ്ദേഹത്തിന്റെ മാന്യമായ പ്രകൃതമായിരുന്നു. ആളുകൾ എല്ലാവർക്കും സ്വീകാര്യനായ വ്യക്തിയായിരുന്നു മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നാണ്. അതുകൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകൾ വരെ ഒരു മൃദുല സമീപനമായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വിഷയത്തിലെടുത്തത്. റസൂലിനോടും മുസ്ലിങ്ങളോടും ശത്രുത വെച്ചു പുലർത്തിയ അവിടുത്തെ മുശ്രിക്കുകളായ ആളുകൾ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വിഷയത്തിൽ മൃദു സമീപനം എടുത്തിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഡീലിംഗ് അങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. എല്ലാവർക്കിടയിലും ഒരു സ്വീകാര്യത, അത് ഏതെങ്കിലും വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതിന്റെ പേരിലല്ല, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ മഹനീയതയായിരുന്നു. മാത്രമല്ല, അവിടെ മാതാപിതാക്കൾ മക്കളോട് പറയാറുണ്ടായിരുന്നു, അഹബ്ബക്കർ റഹ്മാൻ ഹുബ്ബ ഖുറൈശി ഉസ്മാൻ. ഖുറൈശികൾ പിന്നെ ഉസ്മാനിനെ അള്ളാഹു റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടട്ടെ, ഖുറൈശികൾ ഉസ്മാൻ ബിൻ അഫ്ഫാനെ ഇഷ്ടപ്പെട്ടതുപോലെ എന്ന് പറയാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി വരുന്ന ആ ഹുദൈബിയയിൽ തടഞ്ഞു വെക്കപ്പെട്ട ചരിത്രം നമുക്കറിയാം. അവിടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആ സംഘത്തിലുണ്ട്. അവിടെ മക്കക്കാർ മക്കയിലേക്ക് വരുമ്പോൾ ഹുദൈബിയയിൽ പ്രവാചകനെയും സഹാബികളെയും മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ പിടിച്ചു നിർത്തുകയാണ്, അവരെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്, ഉംറ ചെയ്യാൻ അനുവദിക്കില്ല. പക്ഷെ അവർ ഒരു ഇളവ് മാത്രം നൽകി. അബു അബ്ദുല്ലക്ക് മക്കയിലേക്ക് സ്വാഗതം. ആരാണ് അബു അബ്ദുല്ല? മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാനെയാണ്. അദ്ദേഹത്തിന് തവാഫ് ചെയ്യാൻ അവർ അനുവദിക്കുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, എന്റെ പ്രവാചകനും 1400 സഹാബികളും ഹുദൈബിയയിൽ തടഞ്ഞിടപ്പെട്ടിരിക്കുകയാണ്. അവർ തവാഫ് ചെയ്യാതെ, അവർ ഉംറ ചെയ്യാതെ ഞാൻ ഉംറ ചെയ്യില്ല എന്നാണ്. അത്രയും സ്വീകാര്യനായിരുന്നു മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ പ്രകൃതം, ആരോടും ആ ഒരു രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു സ്വഭാവം, ഖുർആനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പാഠങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് കാണാൻ പറ്റും. ഖുർആൻ മനഃപ്പാഠമാക്കിയ സഹാബികളിൽ, ഹാഫിളുകളായ സഹാബികളിൽ ഒരാളാണ്. പ്രവാചകന്റെ വഹി എഴുതി വെച്ച കുത്താബുൽ വഹിയിൽപ്പെട്ട, വഹി എഴുത്തുകാരിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ. മാത്രമല്ല, ഖുർആനുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, മഹനീയമായ സേവനങ്ങൾ, ഒരു രാത്രി ഖുർആൻ പൂർണ്ണമായി ഓതി രാത്രി മുഴുവൻ നമസ്കരിച്ച വ്യക്തിയായിരുന്നു എന്ന് ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ നാഇല ബിൻത്ത് ഫറാസിഫ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഏറെ കേട്ട ഒരു ഹദീസാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഈ ഹദീസ് റിവായത്ത് ചെയ്തത്, അതിന്റെ റാവി മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു സുമറിലെ 9-ാമത്തെ ആയത്ത്, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമ. രാത്രി ദീർഘമായി സുജൂദിലും രാത്രി നിന്ന് നമസ്കാരത്തിലും കഴിച്ചുകൂട്ടുന്ന, അള്ളാഹുവിൽ കീഴൊതുങ്ങുന്ന വ്യക്തികളെ പറ്റി പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഈ വചനം ഉസ്മാനിനെ കുറിച്ചാണോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഈ ആയത്തുകൾ ഓതുമ്പോൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വധിക്കപ്പെടുന്ന, അദ്ദേഹം അവിടെയുള്ള തീവ്രവാദികളാൽ കൊല്ലപ്പെടുന്ന ആ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ കൈകളിൽ മുസഹഫ് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിന്റെ രക്തമുറ്റി വീഴുന്നത് സൂറത്തുൽ ബഖറയിലെ ആയത്തുകളിലായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഖുർആൻ അദ്ദേഹത്തിന്റെ, തന്റെ ഹൃദയത്തിൽ ഖുർആൻ ആയിരുന്നു. ഏതു നിമിഷവും ഒരു ദിനം പോലും ഖുർആൻ ഓതാത്ത ജീവിതം, ഒരു ദിനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ്. അദ്ദേഹം പറയുന്ന ഒരു വാക്ക് കാണാം. അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, വല്ലാഹി ലൗ ദഹറത്തി ഖുലൂബുക്കും മാ ശബിഅതും മിൻ കലാമി റബ്ബിക്കും. നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ കലാം നിങ്ങൾക്ക് മതി വരുമായിരുന്നില്ല എന്നാണ്. നമുക്ക് എന്തുകൊണ്ടാണ് പെട്ടെന്ന് മടുപ്പ് വരുന്നത്? ഹൃദയത്തിൽ പല മാലിന്യങ്ങളുമാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ഹൃദയം സംശുദ്ധമായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ കലാം നിങ്ങൾക്ക് മതി വരുമായിരുന്നില്ല എന്നാണ്. നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യത്തിൽ എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നു സോഷ്യൽ മീഡിയയിൽ, എത്ര മണിക്കൂറുകൾ. പക്ഷെ ഖുർആൻ ഒരു 15 മിനിറ്റ് എടുക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരുന്നു. കാരണം നമ്മുടെ ഹൃദയം ശുദ്ധമല്ല. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാചകം ഏറെ പ്രസക്തമാണ്. അതേപോലെ തന്നെ അദ്ദേഹം സദാ ഖുർആനിൽ ജീവിച്ച
ഒരു മഹാനവറുകളായിരുന്നു മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സമ്പത്തു ചിലവഴിക്കാനുള്ള വിശാല മനസ്കതയായിരുന്നു. ചരിത്രത്തിൽ എമ്പാടും അദ്ദേഹം സമ്പത്ത് ചെലവഴിച്ച ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ മഹത്തരമായ സംഭാവനകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് ഹിജ്റ വന്ന സന്ദർഭം, മദീനയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടത്ര കുടിവെള്ളം കിട്ടാത്ത ഒരു സന്ദർഭം ഉണ്ടായിരുന്നു, വെള്ളക്ഷാമം ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു റൂമ കിണർ, ജൂതന്റെ കയ്യിൽ ജൂതൻ ഓണറായിരുന്ന ഒരു കിണർ. ആ കിണറിൽ നിന്ന് വെള്ളമെടുക്കുമ്പോൾ വലിയ പൈസയാണ് അതിന് ഈടാക്കുന്നത്, എന്നാൽ അതിന് വലിയ വിലയാണ് പറയുന്നത്. അതിനെ മൊത്തമായി കച്ചവടം നടത്താൻ വലിയ വിലയാണ് ആ ജൂതൻ പറയുന്നത്. പ്രവാചകൻ ഒരു പ്രസംഗം നടത്തി സഹാബികളോട്, മൈ യസ്തരീലി ബീറു റൂമ, ആരാണ് ഈ ബീറു റൂമ എനിക്ക് വാങ്ങിത്തരുന്നത്? അസ്തരി ലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയാണ്. അവിടെ ഒന്നാമത് ഏറ്റെടുക്കുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാനാണ്, പാർട്ണർമാരായിട്ടല്ല. അദ്ദേഹം ഒറ്റക്ക് തന്റെ സമ്പത്തിൽ നിന്ന് വലിയ വില കൊടുത്ത് തന്റെ പേരിലല്ല, മുസ്ലിമീങ്ങൾക്ക് അത് വാങ്ങി വഖഫ് ചെയ്തു കൊടുത്തു എന്ന് ചരിത്രം പറയുന്നു. 2, മസ്ജിദുൻ നബവി നമുക്കറിയാം, ചെറിയ പള്ളിയായിരുന്നു. അതിൽ മുസ്ലിങ്ങൾ കൂടി, നമസ്കാരക്കാർ കൂടി. അതിന്റെ ഇടുക്കം വന്നപ്പോൾ പ്രവാചകൻ ഇതുപോലൊരു പ്രസ്താവന നടത്തി, മൻ യസ്തരീലി, ആരാണ് എനിക്ക് ഈ പള്ളിയുടെ വിപുലീകരിക്കാൻ സ്ഥലം, ആരാണ് ഇത് വർദ്ധിപ്പിച്ചു തരിക, വാങ്ങിത്തരിക, അവർക്ക് സ്വർഗം പകരം തരാം. അവിടെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ മുന്നിൽ നിന്ന് പറഞ്ഞു, ഞാനത് വാങ്ങിത്തരാം. അങ്ങനെ പൂർണ്ണമായും അതിന്റെ സ്ഥലം ഉസ്മാൻ ബിൻ അഫ്ഫാൻ എൻ്റെ അടുത്ത്. 3, ചരിത്ര പ്രസിദ്ധമായ തബൂക്കിലേക്കുള്ള സൈന്യത്തെ പ്രവാചകൻ ഒരുക്കാണ്. ഒരു യുദ്ധത്തിന്റെ ഒരു ടീമിനെ, ഒരു സൈന്യത്തെ പ്രവാചകൻ ഒരുക്കാണ്. എന്താണ് തബൂക്കിന്റെ സാഹചര്യം? പട്ടിണിയുടെ, ക്ഷാമത്തിന്റെ കാലഘട്ടമാണ്. സ്വാഭാവികമായിട്ടും സാമ്പത്തികമായ വലിയ പ്രതിസന്ധി അവിടെയുണ്ട്. അവിടെയാണ് പ്രവാചകൻ ആവശ്യപ്പെടുന്നത്, ഈ ഞെരുക്കത്തിന്റെ നാളിൽ ആരാണ് ഒരു സൈന്യത്തെ ചിലവുകൾ വഹിച്ച് ഏറ്റെടുക്കുക? അദ്ദേഹം ആദ്യം 100 ഒട്ടകങ്ങൾ എല്ലാ ചിലവും വഹിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഏറ്റെടുത്തു. പക്ഷെ അതുകൊണ്ട് മതിയാകുമായിരുന്നില്ല. +100 +100 300 ഒട്ടകങ്ങൾ അദ്ദേഹം കൊടുത്തു, എല്ലാ ചിലവും വഹിച്ച്. അതിന്റെ കൂടെ 50 കുതിരകൾ അദ്ദേഹം കൊടുത്തു, 1000 ദീനാറുകൾ സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹം കൊടുത്തു, 700 ഊക്കിയകൾ വെള്ളി നാണയങ്ങൾ അദ്ദേഹം കൊടുത്തു. എങ്ങനെ ഇസ്ലാമിനു വേണ്ടി തബൂക്കിൽ വലിയ സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നാണ്. എല്ലാത്തിനും ആ നിലക്കുള്ള അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാനുള്ള വിളിയാളം വരുമ്പോൾ മുന്നിൽ നിന്ന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാം ഏറ്റെടുത്ത ഒരു മഹാനായ സഹാബി. അതുമാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, ഖിലാഫത്ത് കാലഘട്ടത്തിൽ, പട്ടിണിയുടെ ദുരിതത്തിന്റെ ഒരു കാലഘട്ടം, മദീനയിൽ വലിയ ബുദ്ധിമുട്ടാണ്. അന്ന് രാജ്യം ഭരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ വലിയ ധനാഢ്യനാണ്, അദ്ദേഹത്തിന് വലിയ കച്ചവട ചരക്കുണ്ട്. അങ്ങനെ മദീനയിൽ ഒരു വലിയ സാർത്ഥവാഹ സംഘം, വലിയ കച്ചവട സംഘം ഒരുപാട് ചരക്കുകളുമായി മദീനയിൽ എത്തുകയാണ്. അങ്ങനെ ഖലീഫയും ഭരണാധികാരിയും ഈ മുതലാളിയും തമ്മിൽ ഒരു വിലപേശൽ നടക്കുകയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ അടുക്കലേക്ക് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് ജനങ്ങൾക്ക് വേണ്ടി ഒരാവശ്യം പറയുകയാണ്, നിങ്ങളുടെ ഈ കച്ചവട സ്ഥാനങ്ങൾ എന്ത് ചെയ്യണം, വില കുറച്ച് വിൽക്കണം. കാരണം ഇവിടെയുള്ള ആളുകൾ പട്ടിണി പാവങ്ങളാണ്, ഇവിടെ ക്ഷേമത്തിന്റെ കാലഘട്ടമാണ്. അപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്, ഇതെങ്ങനെയാണ്, തുച്ഛമായ വിലക്ക് ഞാൻ തരും. അങ്ങനെ വീണ്ടും അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഇവിടെ ആളുകൾ സാധുക്കളാണ്, വരുമാനമില്ലാത്ത ആളുകളാണ്. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ വീണ്ടും പറഞ്ഞു, ഇതിന് 10 ഇരട്ടി വരെ വില പറഞ്ഞ ആളുകളുണ്ട്. ഈ ഒരു കച്ചവട ചരക്ക് എങ്ങനെയാണ് തുച്ഛമായ വിലക്ക് നിങ്ങൾക്ക് ഞാൻ തരിക? ചരിത്രത്തിൽ പിന്നീട് നടന്നത് എന്താണ്? ആ മുഴുവൻ ചരക്കുകളും മദീനയിലെ പാവങ്ങൾക്ക് അദ്ദേഹം വിതരണം ചെയ്തു എന്നാണ്. അദ്ദേഹം 10 ഇരട്ടി പറഞ്ഞതിന്റെ ഉദ്ദേശം പിന്നെയാണ് അബൂബക്കർ സിദ്ദീഖിന് മനസ്സിലായത്. എന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ദാനം അത് 10 നന്മയാണ്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെ ആ കച്ചവടച്ചരക്ക് മുഴുവൻ മദീനയിലെ പാവങ്ങൾക്ക് വിട്ടേച്ചു കൊടുത്ത മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ വലിയ ഒരു മെസ്സേജാണ് നമുക്ക് നൽകുന്നത്. അത് സമ്പത്ത് ചെലവഴിക്കുന്നിടത്ത്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ സ്വഭാവം ലജ്ജയാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവം വളരെയേറെ ലജ്ജയുള്ള ഒരു വ്യക്തിയായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ചരിത്രം രേഖപ്പെടുത്തിയത് അശദ്ദ ഉമ്മത്തി ഹയാഅൻ വ ഉസ്മാൻ, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഹയാ ഉള്ളത്, ലജ്ജയുള്ളത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരിക്കൽ പ്രവാചകൻ ഇരിക്കുമ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അബൂബക്കർ സിദ്ദീഖ് വന്നു, ഉമർ റളിയല്ലാഹു അൻഹു വന്നു. അവിടെയെല്ലാം പ്രവാചകൻ, പിന്നെ അവിടുത്തെ മുണ്ട് പല രൂപത്തിൽ നിൽക്കുന്ന പ്രവാചകന്റെ ഏറ്റവും അടുത്ത ആളുകൾ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ വന്നപ്പോൾ പ്രവാചകൻ തിരക്കിട്ട് പ്രവാചകൻ മുണ്ടും തന്റെ വസ്ത്രമൊക്കെ നേരെയാക്കി ഇരുന്നു. ആളുകൾ ചോദിച്ചു, അബൂബക്കർ വന്നു, ഉമർ വന്നു, പക്ഷേ നിങ്ങൾ
അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ ഉസ്മാൻ വന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇത് തിരക്കുകൂട്ടി മറച്ചു? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അമാ അസ്തഹീ മിൻ റജുലിൻ തസ്തഹീ മിൻഹുൽ മലായിക, മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഉസ്മാൻ. ആ ഉസ്മാനിനോട് എനിക്ക് ലജ്ജ വേണ്ടേ എന്നാണ് പ്രവാചകൻ ചോദിച്ചത്. എന്താണ് ലജ്ജയുടെ ഉദ്ദേശം? ഹെറാമുകൾ ചെയ്യാനുള്ള, ഹെറാമുകൾ കാണാനുള്ള, ഹെറാമുകൾ പ്രവർത്തിക്കാനുള്ള അതിനെ തൊട്ടുള്ള ലജ്ജയാണ്. നമ്മളിലേക്ക് മാതൃകയാക്കേണ്ടുന്ന വലിയ സ്വഭാവങ്ങൾ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ജീവിതത്തിൽ എമ്പാടും നമ്മൾ വായിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ 12 വർഷത്തെ ഖിലാഫത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാകുമ്പോ ഒരു 6 അംഗ സമിതി അഹ്ലു ശൂറയെ ഉമർ റളിയല്ലാഹു അൻഹു നിയമിക്കുകയാണ്. ആ 6 അംഗ ശൂറയിൽ നിന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ 3ാമത്തെ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ അവിടെ ചരിത്രത്തിൽ വലിയൊരു പ്രതിസന്ധിയെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം അഭിമുഖീകരിച്ചത്. അവിടെ നീതിപൂർവമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം. അദ്ദേഹത്തെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ വിസ്തൃതി പൂണ്ടു. അങ്ങനെ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പിൽക്കാലത്ത് കടന്നു വന്ന ചില ആളുകൾ ഖലീഫക്കെതിരെ, ഇബ്നു സൗദ എന്ന പേരുള്ള ഒരു ജൂതൻ യമനിൽ നിന്ന് അയാൾ ഇസ്ലാമാണ്, മുസ്ലിമാണ് എന്ന് പറഞ്ഞ് മുസ്ലിം നാടുകളിലേക്ക് ചേക്കേറുകയാണ്. എന്നിട്ട് ഖലീഫക്കെതിരിൽ പിൽക്കാലത്ത് വന്ന മുസ്ലിമീങ്ങളിൽ അദ്ദേഹം ഇൻജക്ട് ചെയ്തു, ദുഷ്ടചിന്തകൾ കുത്തിവെച്ചു. ഖലീഫയുടെ ഭരണം ശരിയില്ല, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ജീവിതം അപകടമാണ്, ഈ നിലക്ക് എല്ലാ നിലക്കും തിന്മകൾ നിറഞ്ഞതാണ്, ഇങ്ങനെ പലതും പ്രചരിപ്പിച്ച് അവിടെ പിൽക്കാലത്ത് വന്ന മുസ്ലിമീങ്ങളെ അവരുടെ വരുതിയിലാക്കി ഒരു ടീമിനെ ഖലീഫക്കെതിരെയും ഭരണകൂടത്തിനെതിരെയും അദ്ദേഹം വളർത്തിയെടുക്കുകയാണ്. ഈ വിപ്ലവകാരികളാണ് ചരിത്രത്തിൽ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാനെ ആയുധമേന്തിയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. മസ്ജിദുൻ നബവിയിൽ അവർ ഉസ്മാൻ ബിൻ അഫ്ഫാനെതിരിൽ ആയുധങ്ങൾ എടുത്തു. അതേപോലെ തന്നെ എന്തുകൊണ്ടായിരുന്നു അദ്ദേഹം ആ സമയങ്ങളിലൊന്നും പ്രതികരിക്കാത്തത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹത്തിന് അറിയാം ഞാനൊരു ഷഹീദാകുമെന്ന് കൃത്യമായ ബോധം പ്രവാചകന്റെ നാവിലൂടെ അദ്ദേഹത്തിന് കിട്ടി. ഒന്ന്, ആ ബീർ വരീസ് കിണറിൽ ഒരു പരീക്ഷണത്തെ അഭിമുഖീകരിക്കും എന്ന പ്രവാചകന്റെ നാവിലൂടെ കേട്ടു. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉഹദ് മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ അവിടെ ഉഹദ് വിറച്ച ഒരു സംഭവം സ്വഹീഹായ ഹദീസുകളിൽ കാണാം. പ്രവാചകൻ ചവിട്ടി ഉസ്കുൻ ഉഹദ്, ഉഹദേ നീ അടങ്ങൂ എന്ന് പറഞ്ഞ്, നിന്റെ മേലുള്ളത് ഒരു നബിയാണ്, ഒരു സിദ്ദീഖാണ്, 2 ഷഹീദാണ്. അതിൽ ഒന്ന് നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, 2 സിദ്ദീഖ് എന്ന് പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖാണ്. 2 ഷഹീദുകളിൽ ഒന്ന് ഷഹീദായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്, രണ്ടാമത്തത് ഞാനാണെന്ന കൃത്യമായ ബോധം ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ആളുകൾ ഖലീഫയുടെ വീട് വളഞ്ഞ് അവസാനം അദ്ദേഹത്തെ കൊല്ലുന്ന സമയത്ത് പോലും ആ ആളുകളോട് അദ്ദേഹം നടത്തിയ സംസാരങ്ങൾ കാണാം. ലാ യഹില്ലു ദമിംരി മുസ്ലിമിൻ, ഒരു മുസ്ലിമിനെ അന്യായമായി വധിക്കൽ അനുവദനീയമല്ല, ഇല്ലാ ബിഹ്ദാ സലാസിൻ, 3 കാര്യങ്ങളിൽ ഒന്ന് സംഭവിച്ചാലല്ലാതെ ഒരു മുസ്ലിമിനെ വധിക്കാൻ ആർക്കും അനുവാദമില്ല. കുഫ്റുൻ ബഅദ ഈമാൻ, ഈമാനിനു ശേഷം കുഫ്റിലേക്ക് പോവുക, മുർത്തദ്ദായി പോവുക. സിനൻ ബഅദ ഇഹ്സാൻ, വ്യഭിചാരമാണ്. അതേപോലെ ഖത്ലുൻ നഫ്സി ബിനഫ്സ്, ഒരു നഫ്സിന് പകരമായി ഇസ്ലാമിലെ പ്രതിക്രിയ എന്ന നിലക്കുള്ള കൊലപാതകം. ഇത് 3 ഞാൻ ചെയ്തിട്ടില്ല, എങ്ങനെയാണ് നിങ്ങൾ എന്നെ കൊല്ലുക? ആ സമയത്താണ് അദ്ദേഹം ആ രാത്രിയിലാണ് അദ്ദേഹം അവിടെ തന്റെ ഭാര്യയോടൊപ്പം അവിടെ ഭാര്യ വീട്ടിലുണ്ട്, അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആളുകൾ വീട്ടിലേക്ക് ഇരച്ചു കയറി അദ്ദേഹത്തിന്റെ കൈകൾ ആദ്യം, അദ്ദേഹം വെട്ടുകിട്ടുന്നത് ആദ്യം അദ്ദേഹത്തിന്റെ കൈകൾക്കാണ്. അദ്ദേഹം പറയുന്നത്, എന്റെ പ്രവാചകന്റെ വഹീകൾ, അള്ളാഹുവിന്റെ കലാമുകൾ എഴുതി വെച്ച വിരലുകളെയാണ് നിങ്ങൾ അടർത്തി മാറ്റിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തെ വളരെ നിഷ്ഠൂരമായി വധിച്ചതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഇതിനുശേഷമാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ചില ആഭ്യന്തരമായ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അവിടെയും ആളുകൾ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട്. മഹാനായ അലി ബിൻ അബി ത്വാലിബിനെ 4ാം ഖലീഫയായി കടന്നു വരുന്നു. എന്നാൽ അവിടെ 2 അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നു. ഒന്ന്, രാജ്യത്തിന് ഒരു ഭരണാധികാരി വന്നിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഘാതകരെ കണ്ടെത്താം, കൊലപാതകികളെ കണ്ടെത്താം. എന്നാൽ രണ്ടാമത്തെ ഒരു അഭിപ്രായം, ഖലീഫയല്ല ആദ്യം വേണ്ടത്, ആദ്യം കൊലപാതകികളെ കണ്ടെത്തി അവർക്ക് കൃത്യമായ ശിക്ഷ നടപ്പിലാക്കണം. ഈ 2 അഭിപ്രായങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, മറ്റൊന്നുമല്ല. അവിടെ മുആവിയയും അലിയും 2 അഭിപ്രായധാരകളായി മാറുന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അവർക്കിടയിൽ വ്യക്തിപരമായ കാര്യങ്ങളില്ല, അധികാരമോഹങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല. രണ്ടും ആ ആദരവുകളും ബഹുമാനങ്ങളും ഒക്കെ കാത്തു സൂക്ഷിച്ചായിരുന്നു അവർ കടന്നുപോയത്. ഇവിടെയെല്ലാം നമുക്ക് വായിക്കാൻ കഴിയുന്നത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന ചരിത്രത്തിലെ 3ാം ഖലീഫയായ അശ്റത്തുൽ മുബശ്ശിരിയിൽപ്പെട്ട ആ സ്വഹാബിയുടെ ജീവിതത്തിൽ എമ്പാടും ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഗുണപാഠങ്ങൾ ജീവിതത്തിലേക്ക്
പകർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മളെല്ലാം അതീവ ഗൗരവത്തോടെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് നിഫാഖ് എന്ന് പറയുന്ന സ്വഭാവം. നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിലെല്ലാം നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതിയും കാരുണ്യവുമാണ് പ്രതീക്ഷിക്കുന്നത്. സ്വർഗപ്രവേശനവും നരകമോചനവുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനവും ഇഖ്ലാസോടുകൂടെ നിഷ്കളങ്കമായി ആയിരിക്കണം നിർവഹിക്കേണ്ടത്. എന്നാൽ മനുഷ്യ മനസ്സുകളിൽ ഇഖ്ലാസ് എപ്പോൾ നഷ്ടപ്പെടുന്നോ, അവിടെ യാന്ത്രികമായൊരു പ്രവർത്തനം എപ്പോൾ കടന്നു വരുന്നോ, അവിടെ നിഫാഖ് മുളപൊട്ടി വരും എന്നതാണ്. നിഫാഖ് എന്ന് പറഞ്ഞാൽ കപടതയാണ്. മുനാഫിഖ് എന്ന പദം എവിടെ നിന്നാണ് രൂപപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കേട്ടാൽ നമുക്ക് ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഈ അറബി ഭാഷയിൽ മുനാഫിഖ് എന്ന് പറയുന്ന പദം രൂപപ്പെട്ടത് എവിടെയാണ്? അത് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് നാഫിഖാഹ് എന്ന അറബി പദത്തിൽ നിന്നാണ് നിഫാഖ് എന്നത് ഉണ്ടായിരിക്കുന്നത്. എന്താണ്? മരുഭൂമിയിൽ കണ്ടുവരാറുള്ള ഒരു എലിക്ക് സമാനമായ ഒരു ജീവിയാണ്, പ്രത്യേകമായ ഒരു ജീവിയാണ്. ആ ജീവിയുടെ പേരാണ് അൽ യർബൂ എന്ന് പേര്. ആ ജീവി നിർമ്മിക്കുന്ന ഒരു മാളമാണ് യഥാർത്ഥത്തിൽ നാഫിഖാഹ്. ഈ ജീവി എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, ഭൂമിക്കടിയിൽ ഈ ജീവി എന്ത് ചെയ്യും? തുരന്നിട്ട് പിന്നെ അവിടെ മാളമുണ്ടാക്കും. ആ മാളത്തിന് 2 തരം കവാടം അതിനുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു കവാടത്തിന്റെ പേര് ഖാസിയാ എന്നാണ്, മറ്റേ കവാടത്തിന്റെ പേര് നാഫിഖാ എന്നും പറയുന്നു. അപ്പോൾ ഒരു കവാടത്തിൽ ആക്രമണം ഉണ്ടായാൽ ഈ ജീവി ചെയ്യാ മറ്റേ കവാടത്തിലൂടെ എന്ത് ചെയ്യും? രക്ഷപ്പെടുന്ന സ്വഭാവമാണ് യർബൂ എന്ന ഈ ഒരു ജീവിക്കുള്ളത്. അപ്പൊ ഇതിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, യർബൂ ഇത് നിർമ്മിക്കുന്ന നാഫിഖ എന്ന മാളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, പുറത്തു നിന്ന് നോക്കുമ്പോൾ അതൊരാൾക്ക് മാളത്തിന്റെ സാന്നിധ്യം അറിയാൻ സാധിക്കൂല. മേലെ നിന്ന് നോക്കിയാൽ അവിടെ ഒരു മാള ഉള്ളതായിട്ട് തോന്നൂല, ഭൂമിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു മാള ഉള്ളതായിട്ട് തോന്നൂല. എന്നാൽ ഇത് വളരെ അതിവിദഗ്ധമായി എന്ത് ചെയ്യും? അത് പിന്നെ രക്ഷപ്പെടേണ്ട സമയത്ത് അതിങ്ങനെ പിന്നെ മണ്ണ് മാത്രമായി പെട്ടെന്ന് പുറത്തു കടക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് ചുണ്ടുകൊണ്ട് തുരന്ന് പെട്ടെന്ന് പുറത്തു കടക്കാൻ പാകത്തിൽ ഒരു നേരിയ മൺപാട ബാക്കി നിർത്തിയായിരിക്കും ഈ യർബൂ എന്ന ജീവി എന്ത് ചെയ്യാ ഈ മാളം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ പുറത്ത് നോക്കുമ്പോൾ നിരന്ന പ്രതലമാണ്, അകത്താകട്ടെ എപ്പോഴും തുറക്കാവുന്ന ഒരു മാളം. വിവിധമാണ്. യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് മനസ്സിലായി ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ മുനാഫിഖിന്റെയും സ്ഥിതി എന്നുള്ളതാണ്. പുറമേക്ക് വിശ്വാസം പ്രകടമായിരിക്കും, പക്ഷെ ഉള്ളിലാകട്ടെ നിറഞ്ഞു നിൽക്കുന്നത് കുഫറും ആ നിലക്കുള്ള കാര്യങ്ങളുമാണ്, കപടതയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ്. ഇങ്ങനെയുള്ള ആളുകളെ പറ്റിയാണ് പ്രവാചകൻ ദ്വിമുഖർ എന്ന് വിളിച്ചിരിക്കുന്നത്. 2 മുഖമുള്ള ആളുകൾ. നിഫാഖിന്റെ സ്വഭാവമാണ്. റസൂല പറഞ്ഞു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഇന്ന ശർറൻ നാസി ദുൽ വജ്ഹൈൻ, ജനങ്ങളിൽ ഏറ്റവും ഷർറായവർ, ദുഷിച്ചവർ, ദുൽ വജ്ഹൈൻ, വജ്ഹ എന്ന് പറഞ്ഞ മുഖാണ്, 2 മുഖമുള്ളവരാണ്. അല്ലദി യതി ഹൗലായി ബിവജ്ഹിൻ, ഒരു കൂട്ടരെടുത്ത് പോകുമ്പോൾ ഒരു മുഖം, വഹൗലായി ബിവജ്ഹിൻ, മറ്റൊരു കൂട്ടരെടുത്ത് പോകുമ്പോൾ വേറൊരു മുഖം, വേറൊരു ടൈപ്പിലാണ് പോണത്. രണ്ടും 2 സ്വഭാവങ്ങൾ, 2 തലങ്ങൾ കാണിക്കുന്ന സ്വഭാവങ്ങൾ. ഈ നിഫാഖ് എന്ന് പറയുന്നത് തന്നെ അതിന് പലതരം നിഫാഖുകൾ പണ്ഡിതന്മാർ എണ്ണിപ്പടിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലെ ഹദീസുകളിലൂടെ പണ്ഡിതന്മാർ ഹുവ ഇൽഹാറുൽ ഖൈരി വ ഇസ്റാറു ശർറ്, മനസ്സിന്റെ അകത്തളങ്ങളിലെ തിന്മയും കുഫറും ഒളിപ്പിക്കുക, പുറത്ത് വിശ്വാസവും നന്മയും പ്രകടിപ്പിക്കുക. ഇതാണ് മുനാഫിഖിന്റെ സ്വഭാവം. ഇവിടെ 3 തരം നിഫാഖ് ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന് വിശ്വാസപരമായ നിഫാഖാണ്. അതുള്ള അയാള് ഖാലിദാണ്, നരകത്തിൽ അയാൾ ശാശ്വതനാണ്. വഹുവല്ലദി യഖ്ലുദു സാഹിബുഹു ഫിന്നാർ, ഇഅ്തിഖാദിയായ വിശ്വാസപരമായ നിഫാഖ്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിനെ പോലെയുള്ള ആളുകൾ. ഉള്ളിന്റെ ഉള്ളിൽ കുഫറാണ്, പക്ഷെ പുറത്ത് ഈമാൻ അഭിനയിക്കും, മുസ്ലിം ആണെന്ന് പറയും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ കുഫറാണ്. ആ വിശ്വാസപരമായ നിഫാഖിനുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുക, പ്രവാചകൻ ഓതി തന്ന ഖുർആനിനെ, ഹദീസുകളെ തള്ളിക്കളയുക, അതേപോലെ ചില കാര്യങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ
പിന്നെ വിശ്വസിക്കും, ചിലത് അവിശ്വസിക്കും. അങ്ങനെ ഖുർആനിലെയും ഹദീസിലെയും ചിലതിനെ തള്ളിക്കളഞ്ഞ് ചിലതിനെ സ്വീകരിക്കുന്ന പ്രവണത അവിടെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മുനാഫിഖുകളുടെ സ്വഭാവമായിരുന്നു. അതേപോലെ ആളുകളെടുത്ത് പോകുമ്പോൾ അതിനനുസരിച്ച് മാറ്റി പറയും. സൂറത്തുൽ ബഖറ 14 വൈദാ ലഖുല്ലദീന ആമനു, വിശ്വാസികളുടെ കണ്ടുമുട്ടിയാൽ അവർ പറയും ഖാലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയും. വൈദാ ഖലൗ ഇലാ ശയാത്തീനിഹിം, അവർ തനിച്ചാകുമ്പോൾ അവർ പറയും ഖാലു ഇന്നാ മഅക്കും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ തമാശ പറയായിരുന്നു, അവരെ കളിയാക്കിയതാണ്, ഞങ്ങൾ അങ്ങനെയൊന്നല്ല. ആ മുനാഫിഖുകളുടെ ഒരു സ്വഭാവമായിരുന്നു. അതേപോലെ തന്നെ അവർ ഇതൊക്കെ ചെയ്താൽ അല്ലെ, ഒരു യുദ്ധവേളയിൽ പ്രവാചകന്റെ സ്വഹാബത്തിനെ കളിയാക്കിയവര്, ഇവര് പേടിത്തൊണ്ടന്മാരാണ്, ഇവര് തീറ്റക്കൊതിയന്മാരാണെന്നൊക്കെ പറഞ്ഞു ആയത്തിറങ്ങി ഖുർആനിൽ വഹീ. സൂറത്ത് തൗബയിൽ 65 വിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞു വല ഇൻസാൽതഹും, നീ അവരോട് ചോദിച്ചാൽ ലയഖൂലുൻ, അവര് പറയും ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ കളിക്കുകയായിരുന്നു, രസിക്കുകയായിരുന്നു, തമാശ പറയായിരുന്നു. എന്റെ അല്ലാഹ് നബിയോട് പറയാൻ പറയണ ഖുൽ, നബിയെ പറയുക അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, നിങ്ങൾ അല്ലാഹുവിനെയാണോ അവന്റെ ആയാത്തുകളെയാണോ അവന്റെ പ്രവാചകനെയാണോ നിങ്ങൾ കളിയാക്കുന്നത്? അതീവ ഗൗരവപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തത് കർമ്മപരമായ നിഫാഖാണ്. കർമ്മപരമായ നിഫാഖാണ്. എന്താ? നമ്മുടെ ഇബാദത്തുകളിലൊക്കെ അത് ഉണ്ടാകും. വൈദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല, മടിയന്മാരായി നിസ്കാരത്തിന് നിന്നാൽ മടിയന്മാരായി അലസന്മാരായി നമസ്കാരത്തിന് നിൽക്കുന്ന നിഫാഖിന്റെ അടയാളാണത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താബീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞു റസൂൽ ഈ കർമ്മപരമായ സ്വഭാവപരമായ നിഫാഖിനെ സഹാബികൾ ഭയപ്പെട്ടിരുന്നു എന്നാണ്. സഹാബികൾ അതിനെ ഭയപ്പെട്ടിരുന്നു, ഏറെ പേടിയോടുകൂടെയായിരുന്നു അവർ കണ്ടത് എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു അബീ മുലൈക അദ്ദേഹം പറയാണ് അദ്റക്തു സലാസീന മിൻ അസ്ഹാബിൻ നബി, നബിയുടെ 30ഓളം സഹാബികളെ എനിക്കറിയാം. കുല്ലുഹും യഖാഫൂന നിഫാഖ അലാ നഫ്സി, സ്വന്തം നഫ്സിന് നിഫാഖ് വരുമോ എന്ന് പേടിച്ചവരായിരുന്നു റസൂലുള്ളാഹിന്റെ സഹാബികൾ എന്നാണ്. പ്രവാചകന്റെ മഹത്തുക്കളായ സഹാബാ കിറാമുകൾ പോലും പേടിച്ചവരാണ്. നമ്മുടെ ജീവിതത്തിൽ വരുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമാണ്. മുനാഫിഖ് ഒരിക്കലും നിഫാഖിനെ പേടിക്കുകയില്ല, മുഅ്മിനാണ് നിഫാഖിനെ പേടിക്കുക. അതുകൊണ്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുനാഫിഖായോ എന്ന് റസൂലുള്ള മദീനയിലെ മുനാഫിഖുകളുടെ പേരെണ്ണി ഹുദൈഫത്തുൽ യമാൻ എന്ന പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരന് ലിസ്റ്റ് കൈമാറി. ഹുദൈഫയുടെ അടുത്ത് വന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ് പ്രവാചകൻ എണ്ണിയ മുനാഫിഖുകളുടെ ലിസ്റ്റിൽ ഉമർ ഉണ്ടോ എന്നാണ്. അശ്റത്തുൽ മുബശ്ശിരിൽപ്പെട്ട. അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് ഏറെ അടുത്ത മഹാരഥന്മാരായ സഹാബികൾ നിഫാഖിനെ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് ഈ കർമ്മപരമായ വിഷയങ്ങളിൽ മുനാഫിഖിന് ഏറ്റവും ഭാരമുള്ള നിസ്കാരം. റസൂലുള്ളാഹി പറഞ്ഞു സ്വലാത്തുൽ ഇശാവും സ്വലാത്തുൽ ഫജ്റുമാണ് അവർക്ക് ഭാരം. ഇശാ നിസ്കാരവും സുബഹിക്കും അവർക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. മുനാഫിഖിന് അത് ഭാരമാണ്. അതേപോലെ തന്നെ സ്വഭാവപരമായ നിഫാഖ് റസൂലുള്ളാഹി പറഞ്ഞു ആയത്തുൽ മുനാഫിഖി സലാസുൻ, 3 സ്വഭാവമാണ് റസൂൽ എടുത്ത് പറഞ്ഞത്. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും. വൈദാ വഅദ അഖ്ലഫ്, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും. വൈദ ഉത്തുമിന ഖാന, വിശ്വസിച്ചേൽപ്പിച്ചാൽ വഞ്ചിക്കും, ചതിക്കും അവർ. അതുപോലെ തന്നെ ഒരു എഫേർട്ട് എടുക്കേണ്ട ഒരു വിഷയം മുന്നിൽ വന്നാൽ അവർ മുങ്ങിക്കളയുന്നതാണ്. യുദ്ധത്തിന് വേണ്ടി എല്ലാവരും വരണമെന്ന നിർബന്ധത പ്രഖ്യാപിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? അവർ കുടുങ്ങി. രോഗം അതേപോലെ യാത്ര ഒക്കെ കാരണമുള്ളവർക്ക് എന്ത് ചെയ്യാം? യുദ്ധത്തിൽ നിന്ന് മാറും. പക്ഷെ ഇവര് എല്ലാ നിലക്കും കുടുങ്ങിപ്പോയ സമയമാണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് പൈസ പോകും, കയ്യിൽ നിന്ന് മേലിളകി ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള നിഫാഖ് പുറത്തു വരുന്നതാണ്. അതിനവർ മടിച്ചു നിൽക്കും. അപ്പൊ ഒരു പുറകോട്ട് ഒരു പോകലുണ്ട്. ഇത് നിഫാഖിന്റെ അടയാളമാണ്. സംസാരിച്ചാൽ കളവ് പറയുക, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക, അതേപോലെ തന്നെ വിശ്വസിച്ചേൽപ്പിച്ചാൽ അതിൽ വഞ്ചന കാണിക്കുക എന്നുള്ളത്, കരാറ് ലംഘനം. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നിഫാഖിനെ ഏറെ ഗൗരവത്തോടുകൂടെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സുഫിയാനു സൗരിയെ പോലെയുള്ള താബീഈ പണ്ഡിതന്മാർ പറഞ്ഞത് റസൂലുള്ളാഹി എനിക്ക് എന്റെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രയാസകരമായ കാര്യം എന്റെ കർമ്മങ്ങൾ ചെയ്യലല്ല, മറിച്ച് കർമ്മങ്ങൾ ഏറെ ആത്മാർത്ഥമായി ഇഖ്ലാസോടെ ചെയ്യലാണ് എനിക്ക് ഏറ്റവും ടാസ്ക് ഉള്ള കാര്യം എന്നാണ്. ചെയ്യലല്ല, മറിച്ച് ചെയ്യുന്നത് നിഷ്കളങ്കമായി ചെയ്യാം. കാരണം അവിടെ റിയാ കടന്നു വരാം, അവിടെ നിഫാഖുകൾ കടന്നു വരാം. അതിനെ സൂക്ഷിക്കാൻ കഴിയുക എന്നതാണ് എനിക്ക് ഏറ്റവും വളരെ വലിയ പ്രയാസകരമായ കാര്യം എന്നാണ്. അതുകൊണ്ട് തന്നെ നിഫാഖിനെ ഭയപ്പെടുക, നമ്മളിലേക്ക് നിഫാഖ് വന്നോ എന്ന് നമ്മൾ ജാഗ്രതയോടുകൂടി കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നിഫാഖിൽ നിന്നും റിയായിൽ നിന്നും ഒക്കെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യം SIR എന്ന് പറയുന്ന ഒരു പുതിയ ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിലവിൽ വന്ന കാര്യം നമ്മൾ അറിയും.
എന്നാൽ നമുക്കറിയാം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പൗരൻ, നമ്മളാകുന്ന ഓരോരുത്തരുമാകുന്ന ഒരു ഇന്ത്യൻ പൗരന്റെ ആയുധം എന്നത് ഏതു സമയത്തും അവരുടെ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും വോട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് പ്രവാസികൾ അവരുടെ വോട്ട് വെരിഫിക്കേഷൻ ചെയ്തു എന്നത് പ്രത്യേകമായി ഉറപ്പുവരുത്തണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ വിശ്വാസികൾ, മുസ്ലിങ്ങൾ അപ്ഡേറ്റഡ് ആകണം. ആ നിലക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുടുംബത്തിലും ബന്ധുക്കളിലും ആ കാര്യങ്ങൾ ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളായ ധാരാളം ആളുകൾ അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും ഫലസ്തീനിലെ ആളുകൾ അതിന്റെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ തന്നെയാണ് അവർ കടന്നു പോകുന്നത്. അള്ളാഹു അവർക്ക് നിർഭയത്വവും സമാധാനവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദ്ദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.